അപ്പോൾ ബിരിയാണിക്കായി നമ്മൾ ബീഫ് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടി ഇട്ടോളി. ബീഫ് കുക്കറിൽ വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ ചോറിനായി നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ മുറിക്കുന്നുണ്ട്. നമ്മളിവിടെ 10 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വെച്ചാൽ വേണ്ടി നിങ്ങൾ എടുത്തോളി. ഇപ്പം അരി കഴുകുകയാണ്. അപ്പോൾ ചോറിനായി നെയ്യിൽ കറുകാപ്പട്ടയും ഏലക്കായും ഇട്ടോളി. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത വെജിറ്റബിൾസും അണ്ടിപ്പരിപ്പും ഇടുക. ഇപ്പോൾ ഇട്ട നെയ്യ് ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയ നെയ്യാണ്, ഹോം മെയ്ഡ് നെയ്യാണ്. ഇതൊന്ന് വാട്ടി വരുമ്പോൾക്ക് വെള്ളം ഒഴിക്കുക. ഞങ്ങളിവിടെ ചൂടുവെള്ളം ഒഴിക്കണേ. ഇനി ഇത് തിളക്കണ വരെ ഒന്ന് കാത്തുക്കുക. ഇനി ഇതിലേക്ക് മല്ലിയിലയും നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര ഉപ്പും ഇടുക. ഇതിലേക്ക് ഇനി നമ്മൾ നാരങ്ങ പിഴിയുണ്ട്, ഒട്ടാതിരിക്കാനാണ്. ഇനി മസാലക്കായി ഇഞ്ചി, ഉള്ളി, തക്കാളി ഇടുന്നുണ്ട്. അപ്പോക്ക് ഇത് നല്ല തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നേരത്തെ കഴുകി വെച്ച അരി നമ്മൾ ഇതിലോട്ട് ഇട്ടെടുക്കുന്നുണ്ട്. മസാലക്കായി ആദ്യം ഉള്ളി വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോക്ക് ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല അങ്ങനെ കുറച്ച് പൊടികൾ ഇട്ടെടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് തൈര് ഇട്ടെടുക്കുകയാണ്. ഇനി നേരത്തെ റെഡിയാക്കിയ ബീഫ് വെള്ളത്തോടെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ചോറായിക്കണു. ഇനി നമുക്ക് മസാലയ്ക്ക് ഇടാം. അപ്പോൾ ഫസ്റ്റ് ലെയർ അയക്കുന്നു. ഇനി അങ്ങനെ ചെയ്യാം. ഇനി അതിനിടയിൽ ഐസ്ക്രീമിന് വേണ്ടി നമ്മൾ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി നെയ്യിൽ വാട്ടിയ അണ്ടിപ്പരിപ്പ്, മുന്തിരി അതിൻ്റെ മുകളിൽ കൂടെ ഇടുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇടുന്നുണ്ട്. അപ്പോൾ അവിടെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചമ്മന്തി അരക്കുന്നുണ്ട്. ഇതിലേക്ക് ഞങ്ങൾ തേങ്ങയും മല്ലിയിലയും തൈരുമാണ് ഇടുന്നത്. അപ്പോൾ ബിരിയാണി അയക്കുന്നു. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ മുന്തിരി റൈസ് റെഡിയായി. ഇത്രേ ഉള്ളൂ. ബൈ.